ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറിൻ്റെ കല്യാണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നിങ്ങളെ ആരെയും നമ്മൾ കല്യാണത്തിന് ക്ഷണിച്ചില്ല. പ്രത്യേകമായിട്ട് നമ്മൾ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം മെറിൻ ആദ്യമേ ക്ഷണിക്കട്ടെ, പിന്നെ ഞങ്ങൾ പറയാം. അപ്പോൾ ഈ 20-നായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. കുണ്ട്ര വലിയ പള്ളി വെച്ചായിരുന്നു. അപ്പം ദൈവം അനുഗ്രഹിച്ച് എല്ലാം മംഗളമായിട്ട് നടന്നു. ഇനി കല്യാണം എന്ന് പറയുന്നത് 24-നാണ്. ഈ മാസം ഒക്ടോബർ 24 മൺഡേ ആണ്, ദീപാവലിൻ്റെ ഒന്നാണ്. എല്ലാവർക്കും വരത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. മാറപ്രയും ഓർത്തഡോക്സ് ചർച്ചിലാണ്, പറക്കോട് പള്ളി അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം, പ്രാർത്ഥന വേണം. അപ്പം എല്ലാം നല്ലതുപോലെ നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ 20-ാം തീയതി ആയിരുന്നു മെറിൻ്റെ എൻഗേജ്മെൻറ്റ്. കുണ്ടറ വലിയ പള്ളി വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ്. എല്ലാം നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ഇനിയാണ് കല്യാണം കിടക്കുന്നത്. ഇനി കല്യാണത്തിന് അടിച്ചു പൊളിക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെയാണ് ഞങ്ങൾ. അപ്പോൾ സാധിക്കുന്നവരൊക്കെ വരിക. നമ്മുടെ മിനിസ് ലൈഫ് സ്റ്റൈൽ ഫാമിലുള്ള എല്ലാവരെയും നമുക്ക് ഓരോരുത്തരെയും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല അല്ലേ, പോയി ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവരെയൊന്നും നമുക്ക് കണ്ടിട്ടുമില്ല. നിങ്ങൾക്ക് പക്ഷേ ഞങ്ങളെല്ലാവരെയും നല്ല പരിചയമാണ്. എബിനെയും മെറിനെയും നമ്മുടെ മിനിസ് ലൈഫ് സ്റ്റൈൽ ഫാമിലി നല്ല പരിചയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം കഴിവുള്ളിടത്തോളം എല്ലാവരും വരാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. എല്ലാവരും വന്ന് സംബന്ധിക്കുക. പറ്റാത്തവർക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെന്താണ്, ഇനി എന്ത് കല്യാണം കഴിഞ്ഞ ആളൊക്കെ പോവുക, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങ് പോവുകയാണ് അല്ലേ. സാരമില്ല, അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. കല്യാണം എല്ലാം ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സൈഡാണ്. ഇപ്പം നമ്മളെപ്പോഴും പെൺകൊച്ചുങ്ങളെ നമുക്കിപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, നമ്മുടെ കൊച്ചുങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല. ലോകം പോകുന്നത് പോലെ നമുക്ക് പോയേ പറ്റത്തുള്ളൂ. പിന്നെ അവർ ഓരോ ആവശ്യങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം. പിന്നെ അതുപോലെ ഇനി ഒരു പെൺകൊച്ചും കൂടെ നമ്മുടെ വീട്ടിൽ വരണം, താമസിയാതെ തന്നെ. എവനത് പറയുമ്പം അപ്പം അതിനും കൂടെ ഉള്ള കാത്തിരിപ്പാണ്. ഇപ്പം സുബിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്നേഹമുള്ള പയ്യൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ മരുമകനായിട്ട് വരുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പള്ളിയിലുമൊക്കെ പോകുന്നത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ സ്നേഹവും സഹകരണമൊക്കെ ഉള്ളവർ തന്നെയാണ്. അവരുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മളോട് അല്ലേ ബഹുമാനമുള്ളവരാണ്. നമ്മളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ഇന്ന് വീഡിയോ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ്. അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പം മെറിൻ്റെ ഈ എൻഗേജ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് ഞാൻ തന്നെയാണ് എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തയ്ച്ച് എല്ലാം റെഡിയാക്കിയത്. അപ്പം അതൊരു പ്രത്യേക ഇത് തന്നെ, ക്രെഡിറ്റ് ആണ് അല്ലേ. നമ്മുടെ എൻഗേജ്മെൻറ്റ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിടുമ്പോൾ അത് നല്ലൊരു ഫീലാണ്, ഒരു പ്രൗഡ് ഫീലാണ്. അപ്പൊ അതിനൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയതുകൊണ്ട് നമ്മൾ ഇതിന് പോയതുകൊണ്ട് അത്ര ഒരു ഗുണമുണ്ടായി അല്ലേ. അതൊരു അഭിമാനമാണ് അല്ലേ, സത്യം പറഞ്ഞാൽ. സ്വന്തം ഡ്രസ്സ് അല്ലേ, അത് എൻഗേജ്മെന്റ് ഡ്രസ്സ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അത് തയ്ച്ച് ഇടുക എന്ന് പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു മെറിനെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മന്ത്രകോടിയുടെയും ബീഡ് വർക്കും ഒക്കെ ഞാൻ തന്നെ ആയിരുന്നു ചെയ്തത്. അപ്പം അതിനൊക്കെ സമയം കാണുന്നത്. അയ്യോ ഭയങ്കര മെറിനാണെങ്കിൽ ഒട്ടും സമയം കിട്ടില്ല. കാരണം അത് ഇരുന്ന് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും, മെറിനെ വർക്ക് ചെയ്ത് തീർക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കും പറയാറുണ്ട്. ഇടയ്ക്ക് കൂടെ ഇതെല്ലാമൊക്കെ മാനേജ് ചെയ്ത് പോയി എന്നുള്ളതാണ്. അതിൻ്റെ ക്ലാസ്സും കഴിഞ്ഞിട്ടില്ലായിരുന്നു. പ്രോജക്റ്റും ഒക്കെ ആയിരുന്നു. പ്രോജക്റ്റിൻ്റെ തിരക്ക്, കല്യാണം, ഷോപ്പിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അതെ, ഷോപ്പിങ്ങിൻ്റെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ എടുക്കേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് പോയില്ല, സമയവും കിട്ടിയില്ല. അതെ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ. അപ്പം എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ കാണിക്കാം, അതുപോലെ മാരേജിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് പുറകാലെ നമുക്ക് ഓരോന്ന് കാണിക്കാം. അപ്പോൾ ഫൈനലി നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ സമയമായി. 24-ാം തീയതി മൺഡേ ആണ് മെറിൻ്റെ കല്യാണം. പറക്കോട് മാറപ്രയും ചേർച്ചിൽ വെച്ചിട്ടാണ്. 11 മണിക്ക് തുടങ്ങും കാര്യങ്ങൾ.
അങ്ങനെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം. പറ്റുന്നവരൊക്കെ വരിക, കൂടുക. പിന്നെന്താ, ഞങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു കല്യാണമാണ് ഞങ്ങളുടെ ഫാമിലിയിലെ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെയും ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ വേണം, തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ.